ദിവസമാണ് വരാനിരിക്കുന്ന ഏപ്രിലിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചത്. അപ്പം എൻ്റെ മനസ്സ് പറഞ്ഞു, അടുത്ത ഏപ്രിലിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഭൂമിയിൽ 50 തികയാണ്. കാരുണ്യവാൻ കനിഞ്ഞാൽ 50 തികയാണ്. ഇത്ര പെട്ടെന്ന് സമയം കടന്നു പോകുന്നത്. ഒരു ലക്കും ലഗാനുമില്ലാതെ ഹൈ സ്പീഡിലാണ്. എൻ്റെ ബാല്യം എന്നോട് ഇവിടെ പറഞ്ഞിട്ട് അധിക സമയമായി ഒന്നും തോന്നുന്നില്ല. മനോഹരമായ ബാല്യം. ആ ബാല്യത്തിൽ എനിക്കൊരൊറ്റ ഹീറോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജീവിതത്തിൽ. അത് ഉപ്പയാണ്. വാപ്പിച്ചി മാത്രം ഹീറോ ആയി നിന്നൊരു കാലം. വാപ്പിച്ചി വരുന്നത് കാത്തിരിക്കും. വാപ്പിച്ചി കൊണ്ടുവരുന്ന ബാലരമയും പൂമ്പാറ്റയും കാത്തിങ്ങനെ നിൽക്കുന്ന സമയം. പുസ്തകങ്ങളോടായിരുന്നു അന്നും ഇഷ്ടം. ഒരുപാട് ഇഷ്ടമായിരുന്നു പുസ്തകങ്ങളോട്. ആദ്യകാലത്തൊക്കെ പഠിക്കാൻ കുറച്ച് മോശമായിരുന്നു. ഒരുപക്ഷെ ഉപ്പയുടെ ശക്തമായ ലാളനയും ഉമ്മയുടെ ശക്തമായ ശാസനയും, അതിനിടയിൽ 2 വീടുകളിൽ നിന്നുള്ള ശക്തമായിട്ടുള്ള ഒരു നല്ല പേരക്കുട്ടി എന്നുള്ള നിലയിലുള്ള പരിചരണവും എല്ലാം കൂടി ആയപ്പം അതിൻ്റെ പഠനത്തെക്കുറിച്ചൊന്നും വല്ലാതെ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. പിന്നെ 4 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ 4ാം ക്ലാസ് കഴിഞ്ഞപ്പം പിന്നെ എൻ്റെ ഉപ്പാൻ്റെ സ്കൂളിലേക്ക് പോയ സമയത്ത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഒരു 2 മാസം കൊണ്ട് ആ 4 വർഷം മുഴുവനും എന്നെ കുത്തിയിരുന്ന് പഠിപ്പിച്ച ഉപ്പാനെയും എൻ്റെ അമ്മാവൻ കണക്കായിരുന്നു പഠിപ്പിച്ച അറബി മാഷായിരുന്നെങ്കിലും വലിയ കായേയും ആ ഇരുത്തം, ആ ഒരു ട്യൂഷൻ, അത് ചില്ലറ മാറ്റമല്ല എന്നെ ഉണ്ടാക്കിയത്. 50ൽ 2-3 മാർക്ക് മാത്രം നേടിയ സാഹചര്യത്തിൽ നിന്നും ഒറ്റയടിക്ക് 50ൽ നിന്ന് 50ലേക്ക് മാറുകയും കൈയക്ഷരത്തിലൊക്കെ സബ് ജില്ലയിലും ജില്ലയിലും 1ാം സ്ഥാനം 2ാം സ്ഥാനമൊക്കെ നേടിയെടുക്കുന്ന സാഹചര്യത്തിലേക്ക് എന്നെ മാറ്റുകയും ചെയ്ത ഒരു പരിവർത്തനം അത് 4ാം ക്ലാസ് കഴിഞ്ഞാണ് ഉണ്ടായത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിച്ചതും ആ ഒരു സമയത്തായിരുന്നു. എനിക്ക് മഞ്ഞപ്പിത്തം വന്ന് ജീവൻ ബാക്കിയാവില്ല എന്ന് പറഞ്ഞ ഒരു സമയം. ഒരുപക്ഷെ അത് തന്നെയായിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായതുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് വലിയൊരു പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ, ആ പ്രതിസന്ധിയും നമ്മെ മറികടന്ന് ജീവിതം നമ്മെ ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കീ സ്റ്റോൺ എന്ന് പറയുന്നത്. ഒരുപക്ഷെ അന്നേ ജീവിതം അസ്തമിക്കേണ്ടിയിരുന്നു. പിന്നെയും ആ ജീവിതം എങ്ങനെ ഇവിടെ ബാക്കിയായി, അത്ഭുതകരമാവിധം ഇവിടെ ബാക്കിയായി എന്നുള്ളൊരു ചോദ്യം എൻ്റെ ബാലഹൃദയത്തിൽ നിന്ന് തെളിഞ്ഞു. ഒരുപക്ഷെ അതിന് ശേഷമാണ് ഞാൻ കുറേ എഴുത്തുകളും മറ്റുമൊക്കെ തുടങ്ങുന്നത്. കഥകളായി. കഥ എന്നൊന്നും പറഞ്ഞുകൂടാ, അക്ഷരത്തെറ്റുകളൊക്കെ നിറഞ്ഞ വാക്കുകൾ കൊണ്ട്. അക്ഷരത്തെറ്റ് ഇന്നും എൻ്റെ ഒരു കൂടപ്പിറപ്പാണ്. ഇന്നും ആ ഒരു അക്ഷരത്തെറ്റുമായി സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും എല്ലാ സബ്ജക്റ്റിലും 1ാം സ്ഥാനം മറ്റൊക്കെ കിട്ടുമ്പോഴും അക്ഷരത്തെറ്റിന് വേണ്ടി ഒരുപാട് അടി വാങ്ങിയ ഒരാളാണ് ഞാൻ. അങ്ങനെ ഉപ്പ ഹീറോ ആയി വാഴുന്നൊരു സമയം. ഇപ്പോഴേ കാണാതെ നിൽക്കാൻ പറ്റില്ല. ഉപ്പ ഒരു മിനിറ്റ് വൈകിയാൽ പോലും ഭയങ്കര വിഷമമായിരുന്നു. ഒരു മിനിറ്റ് ഉപ്പ വൈകി വന്നാൽ ഞങ്ങൾക്ക് പറ്റില്ല. കാത്തിരിക്കും. ഞാനും എൻ്റെ അനിയനും. മറ്റനിയന്മാരൊന്നും ജനിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ കാത്തിരിക്കും. ഇപ്പോൾ ദൂരത്തുനിന്ന് വരുന്നത് കണ്ടാൽ അങ്ങോട്ട് ഓടിച്ചെല്ലും. ഒരു നിമിഷം പോലും വൈകി വരുന്നത് ഇഷ്ടമല്ലായിരുന്നു. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലും ഉപ്പൻ്റെ കൂടെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോകും. തീർച്ചയായിട്ടും ജീവിതം അതൊക്കെ കഴിഞ്ഞു. പിന്നെ നല്ലൊരു കൗമാരം വളരെ മനോഹരമായിരുന്നു. സ്കൂളിലേക്ക് പോകലായിരുന്നു ഏറ്റവും ഇഷ്ടം. സ്കൂളിലോട്ട് പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ മൈക്രോപ്പുറം സ്കൂളിൽ UP സ്കൂൾ പൂന്നൂരായിരുന്നെങ്കിൽ പിന്നെ ഹൈസ്കൂൾ MJ സ്കൂളിലേക്കാണ് ചേർത്താൻ കൊണ്ടുപോയത്. എനിക്കിപ്പോഴും ഓർക്കുകയാണ് MJ സ്കൂളിലേക്ക് എന്നെ ചേർക്കാൻ കൊണ്ടുപോയത്. അന്ന് MJയിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രസ്റ്റീജ് ആയിട്ടുള്ളൊരു സ്കൂളുമായിരുന്നു. മൊയ്തീൻ മാഷ് അടുത്തേക്ക് എൻ്റെ ഉപ്പയും ഞാനിവിടെയും പോവുകയാണ്. മൊയ്തീൻ മാഷ് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കുമെന്ന് പറയാമായിരുന്നു. അതിൻ്റേതൊരു ആശങ്ക മനസ്സിലുണ്ടായിരുന്നു. എന്തായാലും ഇൻ്റർവ്യൂ എന്ന നിലയിലൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകി.
നോക്കി മാഷ് പറഞ്ഞു നീ നല്ല കുട്ടിയായി വളരുമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂളിലേക്ക് പോയി, MJ ഹൈസ്കൂളിലേക്ക്. പലർക്കും MJ ഹൈസ്കൂളിലേക്ക് പോകാൻ തന്നെ ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു, പേടിയായിരുന്നു. പക്ഷെ എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു. ഞാൻ പോയി. ഓരോ ദിവസവും സ്കൂൾ മുടങ്ങുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു. അത്രയ്ക്കിഷ്ടമുള്ള സ്കൂൾ ദിനങ്ങൾ, കലാലയ ദിനങ്ങൾ. മഴക്കാലത്താണ് സ്കൂൾ തുടങ്ങുക. അപ്പോൾ ഭയങ്കര പുസ്തകങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പം പുതിയ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ മണത്ത് നോക്കൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏത് പുതിയ പുസ്തകം കിട്ടിയാലും അതൊരുപാട് കൗതുകത്തോടെ ഇങ്ങനെ വായിച്ച് നോക്കും. അവസാനം വരെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കും. ഇത്രയൊക്കെ പഠിക്കാൻ വേണ്ടി മാത്രമാണോ ഈ ഒരു വർഷത്തെ കലാലയം എന്നൊക്കെ തോന്നി പോകാറുണ്ട്. ഇത്രയും ചെറിയൊരു പുസ്തകം വായിക്കാൻ ഇത്ര മാത്രമേ ഞാൻ പഠിക്കേണ്ടതുള്ളൂ. ഒരു പക്ഷേ അറിവിനോടുള്ള ഒരു സ്നേഹം അത് ചിലപ്പോഴൊക്കെ അസ്തമിച്ച് പോയിട്ടുണ്ടെങ്കിലും എവിടെ നിന്ന് അസ്തമിച്ച് പോയാലും അത് വീണ്ടെടുക്കാനും അതിൽ കരുത്തരുടെ മുന്നോട്ട് പോകാനും ഇന്നും പഠിക്കൽ അതൊരിഷ്ടമായി കണ്ടിന്യൂ ചെയ്യാനും സാധ്യമാവുന്നു എന്നുള്ളതാണ്. ഒരുപാട് പറയാനുണ്ട്. ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ എൻ്റെ കഥകൾ ഓരോന്നോരോന്നായിട്ട് പറയും. ആ കഥകൾ പറയുന്നത് എന്നെ കാണാൻ വേണ്ടിയല്ല, എൻ്റെ കഥകളിലെവിടെയോ മറ്റുള്ളവർക്കുള്ള ഒരുപാട് പ്രചോദനങ്ങൾ സമ്മാനിക്കാനുണ്ടാവും. അത് പകർന്നു കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളെന്നെ കാണരുത്, ഞാൻ അപ്രസക്തനാണ്. എല്ലാ മനുഷ്യരും മറ്റുള്ളവർക്ക് അപ്രസക്തരാണ്. പക്ഷെ ഓരോ മനുഷ്യരുടെയും കഥകൾ അത് കേൾക്കുന്ന ശ്രോതാവിന് വളരെ പ്രസക്തമാണ്. ഒരു നിമിഷമാണ് ജീവിക്കാൻ ബാക്കിയുള്ളതെങ്കിൽ അത് പിടിച്ചു നിർത്താനുള്ള കരുത്താണത്. 50 എത്തുമ്പം ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കി. ബേസിക് നീഡ്സ്, നമുക്ക് ചെയ്യേണ്ട ബാധ്യതകൾ എല്ലാം അവിടെ ബാക്കിയാണ്. സമ്പാദ്യം എന്തുണ്ട് എന്ന് ചോദിച്ചാൽ പലരെയും വിശ്വസിച്ച് കിട്ടിയ പണമെല്ലാം ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും ജീവിതം ശക്തമായിട്ടുള്ള ബാധ്യതകളായിരിക്കും മുന്നോട്ട് കൊണ്ടുതരിക. ഒരു കയ്യിലേക്കൊരു പണം വരുമ്പം ആ പണത്തെക്കാളേറെ ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും. വളരെ ശക്തമായിട്ടുള്ള ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. പലപ്പോഴും കുടുംബമൊക്കെ സന്തോഷിക്കണമെന്നാഗ്രഹിക്കുമ്പോഴും അവർ പുഞ്ചിരിക്കുമ്പോഴും അതിന് പിറകിൽ ഒരു രക്ഷിതാവിൻ്റെ കരച്ചിലുണ്ടാവും. ഞാൻ ഇപ്പോഴും ആലോചിക്കും, ഫീസ് അയച്ചു തരി എന്നൊക്കെ ഉപ്പാനോട് പറയുന്ന സമയത്ത് ഉപ്പ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അത് അയച്ചു തന്നത്. അതിൻ്റെ പിന്നിൽ വരുത്ത പ്രയത്നങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ കേൾക്കുന്നുണ്ടാവില്ല. അവർ നേടിയ ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ അറിയുന്നുണ്ടാവില്ല. പിന്നെ നമ്മളറിയുക നമ്മുടെ രക്ഷിതാവായി മാറുമ്പോഴായിരിക്കും. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതം നാളെ എന്നോ വരാനുള്ള ഒന്നാണെന്ന രീതിയിൽ ജീവിച്ചു പോവുകയാണ്. അതൊക്കെ അസ്തമിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവ് ഓരോ ബർത്ത്ഡേകളിൽ പോലും മനുഷ്യനുണ്ടാവില്ല എന്നുള്ളതാണ്. ജീവിതം അങ്ങനെ കഴിഞ്ഞു പോവുകയാണെങ്കിലും ഒരു മനുഷ്യന് ജീവിതം കാത്തിരിക്കരുത്. ജീവിക്കുന്ന ഈ ഒരു നിമിഷം അവിടെ മാത്രമേ നമ്മുടെ ജീവിതമുള്ളൂ. അവിടെ നമ്മൾ ജീവിക്കുകയാണ്. നിങ്ങൾ കാത്തിരുന്നാലും കാത്തിരുന്നിട്ടില്ലെങ്കിലും ഈ നിമിഷം നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ ജീവിതം. അതിനപ്പുറം ഒന്നുമില്ല. ജീവിതത്തിൽ എൻ്റെ ജീവിത സ്റ്റൈൽ കണ്ട് പലരും വിചാരിച്ചൊരു കാര്യമുണ്ട്, ഇപ്പം ഭയങ്കര അതാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രൊഫഷനാണെങ്കിലും എൻ്റെ പാഷനാണെങ്കിലും അതൊന്നും ഒരു സാമ്പത്തികമായിട്ട് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ളത് എൻ്റെ പോരായ്മയായിരുന്നോ അതോ എൻ്റെ നിസ്സഹായാവസ്ഥയായിരുന്നോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തരാൻ പണമുള്ളവരോട് പോലും ഒന്ന് ദൃഢതയോടെ താടാ പണം എന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല. അതെൻ്റെ നിസ്സഹായാവസ്ഥയാണ്. ലക്ഷങ്ങൾ തരാനുള്ളവരോട് പോലും ഒരിക്കൽ പോലും കോപിക്കാനുള്ള മനസ്സ് എനിക്കുണ്ടായില്ല. അതെൻ്റെ നിസ്സഹായാവസ്ഥയാണോ? ഒന്നും പിടുത്തം കിട്ടുന്നില്ല. പക്ഷെ ഞാൻ വിഷമിച്ചിരിക്കാറില്ല. വിഷമം എന്നെ അലട്ടിയിട്ടില്ല.
നാളുകളെക്കുറിച്ച് ഇനിയും ചിന്തിക്കുമ്പം, നാളെ ഒരുപാട് നേടിയെടുക്കണമെന്നൊക്കെ വിചാരിക്കുമ്പം, ഇന്നുകളിൽ നിന്ന് നാളുകളിലേക്ക് നോക്കുമ്പോൾ ഇനി ജീവിതത്തിനും മരണത്തിനും ഇടയിൽ വളരെ ചെറിയൊരു ദൂരം മാത്രമേ ബാക്കിയുള്ളൂ. അത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. നമ്മൾ ബർത്ത്ഡേകൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇത്ര ജനിച്ചു, ഇത്ര വളർന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മൾ ജീവിതത്തിൽ നിന്ന് എത്രമാത്രം ദൂരേക്ക് പോയി എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നമ്മുടെ ജീവിതം എത്രമാത്രം നമ്മുടെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 50 വർഷം ജീവിച്ച് തീർത്തെങ്കിൽ 100 വയസ്സ് വരെ ജീവിക്കാമെങ്കിൽ 50% ജീവിതം കഴിഞ്ഞു. അതിൽ ക്രിയേറ്റീവായി എത്ര ചെയ്യാം? 65 വയസ്സാണെങ്കിൽ ഇനി 15 വർഷം കൂടി ജീവിതത്തിലുള്ളൂ. 55 ഇനി 5 വർഷം കൂടിയേ ജീവിതത്തിലുള്ളൂ. നമ്മുടെ മരണം ചിലപ്പോൾ അടുത്ത നിമിഷം വന്നെന്ന് വരാം. ആ മരണത്തിനും നാം ജീവിക്കുന്ന ഈ നിമിഷത്തിനുമിടയിലുള്ള നമ്മുടെ ജീവനുള്ള നിമിഷങ്ങളിൽ നാം ഏറ്റവും ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ എൻ്റെ ജീവിതം ഇവിടെ ബാക്കിയാക്കിയതിന് പിന്നിലൊരർത്ഥമുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഇന്നും എൻ്റെ ജീവിതത്തിന് ഏറ്റവും ശക്തമായിട്ട് പ്രചോദനമാണ്. ഈ 50-ാം വയസ്സിലും ഞാൻ ഒരു വിദ്യാർത്ഥിയെ പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യം. അതുകൊണ്ടാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ അധികം ചിലവഴിക്കുക എന്നുള്ളത് ഇഷ്ടമല്ലെങ്കിലും അവിടെ ഒരുപാട് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നിൽ എൻ്റെ ശക്തി, എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് ഞാൻ ജീവിക്കുന്ന ഈ ഒരു ജീവിതത്തിനൊരർത്ഥമുണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. ഞാൻ ഇവിടെ ബാക്കിയായതിന് പിന്നിലൊരു തിരിച്ചറിവാണ്. ഒരുപക്ഷെ ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാനിവിടെ ബാക്കിയായി എന്ന് പറയുമ്പോഴും ഓരോ നിമിഷവും നാം ഇവിടെ ബാക്കിയാവുക തന്നെയല്ലേ. ഈ നിമിഷം മരിച്ചവരുടെ ലിസ്റ്റിൽ നമ്മളും പെടേണ്ടിയിരുന്നു. ആ പെടാതെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നാം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുക തന്നെയാണ്. ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ ഈ നിമിഷം ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷത്തെ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ട്. നമുക്ക് സംതൃപ്തി നൽകുന്ന, മനുഷ്യർക്ക് ഉപകാരപ്രദമാവുന്ന എന്തോ ഒന്ന് നിർവഹിക്കാനുള്ളതാണത്. ശാന്തമായിട്ടുള്ള ഉറക്കവും ഇതിൻ്റെ ഭാഗം തന്നെയാണെന്ന് മറക്കരുത്. നാം നൽകുന്നൊരു പുഞ്ചിരി അത് ചില്ലറ കാര്യമല്ല, അത് ഏറ്റവും വലിയ ദാനമാണ്. നാം നേടിയെടുക്കുന്ന അറിവുകൾ, നമ്മുടെ മസ്തിഷ്കത്തിൽ നാം ഫിൽ ചെയ്യുന്ന അറിവുകൾ, അത് ഏറ്റവും വലിയ ഒരു കർമ്മമാണ്. തീർച്ചയായിട്ടും ജീവിതം നമ്മൾ പാഴാക്കി പോകരുത്. കൊച്ചുകുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വാല്യുബിളാണ്. നിങ്ങൾ കയ്യിലേക്ക് ഒരു 2 കിലോ സ്വർണം തന്നു കഴിഞ്ഞാൽ അതിനേക്കാളും വാല്യുബിളാണ് നമുക്ക് ഈ നിമിഷം ലഭിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം എന്നുള്ളത്. അത് വെറുതെ കളഞ്ഞു കുടിക്കാനുള്ളതല്ല. പല കുട്ടികളും മൊബൈൽ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അനാവശ്യമായി സോഷ്യൽ മീഡിയകളിലൂടെ ഇങ്ങനെ നോക്കി അവരുടെ സമയം അനാവശ്യമായി കളഞ്ഞു കുടിക്കുമ്പം സ്വയം ഒന്ന് ചിന്തിക്കുക, ഇങ്ങനൊരു അടിമപ്പണിയെടുത്ത് ജീവിക്കാനുള്ളതാണോ എൻ്റെ ജീവിതം? അതോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മറ്റും വളർന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള, ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ജീവിതം നയിക്കേണ്ടതാണോ? ഇന്നൊരു കുട്ടി വിചാരിച്ചാൽ വലിയൊരു ശാസ്ത്രജ്ഞനാവാം, അതും വീട്ടിലിരുന്നു കൊണ്ട്. അത്രയേറെ സാധ്യതകളാണ്, സാഹചര്യങ്ങളാണ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾക്കിഷ്ടമുള്ള അറിവുകൾ ലോകത്തോട് പങ്കുവെക്കണമെന്ന്. ഞാൻ എന്നും പുലർത്തിക്കൊണ്ടുവരുന്ന എൻ്റെ ഒരു ഹോബിയാണത്. കുട്ടിക്കാലത്ത് ഗ്രാമനിലാവ് എന്ന രീതിയിൽ എൻ്റെ ഗ്രാമീണ വായനശാലയിൽ, എൻ്റെ ചോയ്മഠം എൻ്റെ ഗ്രാമീണ വായനശാല ഒരു പുസ്തകം ഇറക്കുമ്പോൾ അന്നും ഇന്ന് ബ്ലോഗ് ചെയ്യുന്നതിൻ്റെ ഒരു ഭൂതകാലമുണ്ടതിന്. എൻ്റെ ഇക്കിഗായി നിലനിർത്തി പോകുന്നതിൻ്റെ ഭൂതകാലം. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അമൂല്യമാണ്. ഓരോ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴും നാം ചിന്തിക്കുക, നമ്മുടെ മരണത്തിനും നമുക്കിടയിൽ ദൂരം കുറഞ്ഞു വരികയാണ്. ആ ദൂരത്തിനിടയിൽ നമുക്ക് ലഭിക്കുന്ന സമയത്തിന് അർത്ഥമുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ വിഷയങ്ങളിലും ജീവിതത്തിനെ പരിപുഷ്ടിപ്പെടുത്തുന്ന രീതിയിലുമുള്ള ഒരുപാട് കോഴ്സുകൾ ഞാൻ എൻ്റെ ജന്മദിനം എന്ന് വെച്ചാൽ 50 തേക്കുന്ന ഈ ഒരു വർഷം 50 കോഴ്സുകൾ ഇറക്കുക എന്നുള്ളതാണ്. 25 മലയാളത്തിലും 25 ഇംഗ്ലീഷിലും. ആ കോഴ്സുകളുടെ
ചില പാർട്സൊക്കെ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇടും. യൂട്യൂബിലൊക്കെ പുതിയ വീഡിയോ ആയിട്ടിടും. മനുഷ്യർക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. സാമ്പത്തിക നേട്ടങ്ങൾ ഇതുവരെ അത് ലക്ഷ്യം വെച്ചിട്ടില്ല. ഓക്കെ, അതിലൂടെ പങ്കുവെക്കുന്നതാണ്. അതാണ് ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ജന്മദിനത്തിൽ ഈ വർഷം ഞാൻ എടുത്ത പ്രഖ്യാപനം.